ഇപ്പോൾ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ, അങ്ങ് ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ. അതായത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തിരുവോണനാളിൽ കാലത്ത് വിവിധ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി ആറന്മുളയിലെ പാർത്ഥസാരഥിയുടെ സന്നിധിയിലേക്ക് വിഭവങ്ങളുമായി എത്തേണ്ട തിരുവോണത്തോണിയുടെ അവസ്ഥയാണ്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ക്ഷേത്രാചാരങ്ങളോടൊക്കെയുള്ള പ്രതിബദ്ധത എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്നതാണല്ലോ ശ്രീ കുമ്മനം രാജശേഖരൻ ഈ ദൃശ്യങ്ങൾ. തിരുവോണത്തോണി അവരെ പവിത്രമായി കാത്തു സൂക്ഷിച്ച് പരിരക്ഷിച്ച് നിർത്തേണ്ടതാണ്. അത് ഓണം വരുമ്പോൾ അല്ല അതേക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നേരത്തെ തന്നെ വേണ്ട കേടുപാടുകൾ നീക്കി വളരെ പവിത്രമായി അങ്ങേയറ്റം ആദരവോടുകൂടി കാത്തു സൂക്ഷിച്ച് നിലനിർത്തുന്നതാണ് ഈ തിരുവോണത്തോണി എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇത് വളരെ വ്യക്തമാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് വികാരവും വിശ്വാസവും സങ്കല്പവും ഒക്കെയായി വളരെയേറെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിങ്ങനെ സംഭവിച്ചെങ്കിൽ അതൊരു വലിയ ഒരു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതേക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ടതാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ, ഇപ്പോൾ ഈ ഓണക്കാലത്ത് തന്നെ ഉയർന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പമ്പാ നദിയിൽ മണൽപുറ്റുകൾ വ്യാപകമായി ഉയർന്നു നിൽക്കുന്നുവെന്നും അതിനാൽ പല പള്ളിയോടങ്ങൾക്കും വള്ളസദ്യക്ക് എത്തുവാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നത് ഒരു വിവാദ വിഷയമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തിരുവോണത്തോണി വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന മറ്റൊരു വിഷയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതെ, പമ്പാ നദിയെ മറ്റു നദികൾ പോലെയല്ല, പുണ്യനദി എന്ന പേരിൽ അറിയപ്പെടുന്ന പമ്പ മാത്രമാണ്. അതിനെ ആ നിലയ്ക്ക് കാണാനും പരിരക്ഷിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഇതേവരെ അധികൃതർ തയ്യാറാക്കി. മാറി വന്ന സർക്കാരുകളെല്ലാം പമ്പാനദി അവഗണിക്കുകയാണ്. പറ്റി വരണ്ട് കിടക്കുന്ന പമ്പാനദിയാണ് വർഷത്തിൽ വേനൽക്കാലത്ത് കാണാൻ കഴിയുന്നത്. ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠനങ്ങൾ നടത്തേണ്ടതാണ്. ഒന്ന്, പമ്പാനദിയിലേക്ക് ഉറവകൾ എത്തണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നെൽത്തടങ്ങൾ സംരക്ഷിക്കണം. അതുപോലെ തന്നെ മരം, കോറി തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചും ഒക്കെ വേണ്ട പഠനങ്ങൾ നടത്തി അതിന് നടപടി സ്വീകരിക്കണം. ഈ ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോൾ എക്കലും ഒക്കെ വന്ന് അടിയുന്നത് മൂലം അടിത്തട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതും മറ്റൊരു ഭീഷണിയാണ്. ഇതെല്ലാം പമ്പാ നദിയെ സംരക്ഷിക്കണമെങ്കിൽ വളരെ വ്യക്തമായ പരിപാടികളും പദ്ധതികളും ആവശ്യമാണ്. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് പമ്പ ആക്ഷൻ പ്ലാൻ 375 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയിൽ ഏതാണ്ട് 20-25 കോടി രൂപ ചെലവഴിച്ചതാണ്. പക്ഷെ പിന്നീട് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ നടപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാതെ ആ പദ്ധതിയും അവതാളത്തിലായി. ഇപ്പോൾ യാതൊരുവിധ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഓരോ വർഷം ചെല്ലും തോറും അത് പള്ളിയോടങ്ങൾക്കും നാട്ടിലെ ജനങ്ങൾക്കും എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ. ഓക്കെ, വളരെ നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരനാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.